ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് വെൽക്കം ബാക്ക് മൈ ചാനൽ. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതൊക്കെ ഞാൻ മാറ്റാം. അങ്ങനെയല്ലേ ആദ്യം എന്താ പറയുക, ആദ്യം മുതലേ നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് ഒരു കാര്യം അറിയത്തില്ല. അപ്പോൾ നമുക്കത് ഓരോ നിങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും അത് ഇന്നത് ചെയ്യരുത് എന്ന് മനസ്സിലാവും. അപ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതേപോലെയൊക്കെ ചെയ്തു തരാം. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വീട്ടിൽ പോയി. ഇപ്പം ഞാനും എൻ്റെ ഞങ്ങൾ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയപ്പം പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഉമ്മ പെട്ടെന്ന് നമുക്ക് ഫിഷ് കറി വെക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ച് അത് വയ്ക്കുമ്പോൾ ഒരുപാട് ലെങ്തൊക്കെ ആവും, ഫസ്റ്റ് കാണുന്നവർക്ക് ചിലപ്പം ബോറൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഫുള്ളും എടുക്കാതിരുന്നത്. പിന്നെ ഉമ്മയൊന്നും കാണിച്ചില്ല കേട്ടോ, ഉമ്മയും അനിയത്തിയൊന്നും കാണിച്ചില്ല. അപ്പം പിന്നൊരു വീഡിയോയിൽ ഞാൻ അവരെയൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെന്താണ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു ഫിഷ് കറിയുടെ, എൻ്റെ ഉമ്മയുടെ ഒരു രീതിയിലുള്ള ഫിഷ് കറിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി വേറെ വീഡിയോകളൊക്കെ ഉടനെ വരും, അതൊക്കെ എടുക്കും. പിന്നെ വേറെ എന്താണ് അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ച് വീഡിയോ അങ്ങ് വളവിളാക്കുന്നില്ല. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ, ബൈ. എന്തിനു ചോദിച്ചെന്ന് പറയണ ഒഴിച്ച് നിങ്ങൾ വേണം പറയണ്ട, നിങ്ങൾ വെക്കുന്നു, അപ്പം നിങ്ങൾ വേണം പറയേണ്ടത്. കടുവിട്ട് ഒന്ന് പൊട്ടട്ടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് അപ്പൊ കടു പൊട്ടി കേട്ടോ. ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പൊ ഉമ്മയുടെ സ്പെഷ്യല് ചെങ്കലവ മീൻ പുളി മുളക് വറ്റിച്ചത്. ഇനി അടുത്ത ഇതിനകത്തോട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് മൂപ്പിക്കണം. പിന്നെ ഇച്ചിരി നാനിപ്പെട്ട് വേണം തക്കാളി ഇടാൻ. അതിച്ചിരി നായി ഇച്ചിരി കരിവേപ്പില അല്ല തക്കാളിപ്പഴം കൂടി ഇട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. അതിൻ്റെ കരിവേപ്പിലയും കൂടെ ഇടണം. ഭയങ്കര കാറ്റല്ലി. ഉപ്പ് ഇനി ഇളക്കി അത് വഴറ്റിയെടുക്കണം. ഇനി വയണ്ടിട്ട് കാണാം. അത് ഇളക്കിയില്ലെങ്കിൽ ശരിയാവൂല അല്ലേ മാ? ഇളക്കി നല്ല ഇതാവണം, തല്ലി ഇടാൻ പറ്റും. വയണ്ട് യോജിച്ച് വരണം. പിന്നെ നന്നാലേ കൊള്ളാവും. പൊടി മസാല ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. പുളി വെള്ളം കൂടെ എടുത്തിട്ടുണ്ടെ ഏകാശേ ഇതിപ്പം ഇങ്ങനെ മുളകെല്ലാം മൂപ്പിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ മൂക്കട്ടല്ലേ. അതിനകത്ത് അങ്ങനെ തട്ടി തന്നെ വെച്ചേക്കുന്നത്. അക്കരത്തിന് പുളിവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. അതായത് ഇതെല്ലാം കൂടെ കിടന്ന് നിന്ന് നല്ല ക്ലിയർ ആകുമ്പോൾ ഒരു കുഴമ്പ് വരുവാകത്തില്ലേ, ടേസ്റ്റ് ആവും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ മുളകിൻ്റെ കാണങ്ങൾ, അതായത് ഗ്യാസുകളൊക്കെ അങ്ങ് മാറും. റെഡിയായി കണ്ട നല്ല ഇതായില്ലേ. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളം മീനും കൂടെ വേവണ്ടായോ. മീനും കൂടി
അന്നേരം ഇത് പുളിയും എരിവും എല്ലാം കൂടെ കറക്റ്റായി കിടന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് കറക്റ്റ് എരിയും പുളിയും എല്ലാം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഞാനത് മീനിട്ട് കൊടുക്കും. മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കുറുവി വരുമ്പം ഇനി ശകലത്തിന് ഒന്ന് ചുറ്റിക്കാനുള്ള ചുറ്റിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. സൂപ്പർ. ഇനി മീൻ റെഡി ആയിട്ട് കാണാം. എന്തെന്നാ കാണിക്കുന്നേ? അവനിവിടെ ഭയങ്കര കളി, എഴുന്നേക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് ഇവിടെ. കറി തിളച്ച് ഈ പഴത്തിലെത്തിയേ. ഇനി ഒന്ന് ഇത് കുറുവണം, നല്ലപോലെ കുറുവി ഇത് വരണം. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി ദാണ്ട് ഇതുപോലെ പറ്റി. ഓ ഇളക്കരുത്, മീൻ പൊഴിഞ്ഞു പോകുന്നു. മീൻകറി ഇത്രയും പറ്റിയാൽ പോരേ മാ? ഇത്രയും പറ്റിയാൽ പോരേ? മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞേട്ടാ. റെഡിയായല്ലോ, മതിയല്ലോ. നോക്ക കൊള്ളാവൂ. സൂപ്പർ സൂപ്പർ. ചേർക്കാം. അങ്ങനെ ചോറും മീൻകറിയും ഒരു കായും പിന്നെ വേറെന്താ ഒരു പേരെനിക്കറിയത്തില്ല, ഒരു പടവരങ്ങിയോ അതേപോലെ എന്തൊരു സാധനങ്ങളിട്ട് വെച്ചതാണിത്. ഇതെല്ലാം കൂടെ കൂട്ടി മീൻകറി സൂപ്പറാണ് കേട്ടോ, പുളിയാണേ. അവളെ ആവശ്യമാക്കി പിടിച്ച അടുത്തൊരു വീഡിയോ